ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ഓയിൽ ഡിപ്ലോമസി അല്ലെങ്കിൽ ഓയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എനർജി പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെയും ട്രംപിൻ്റെയൊക്കെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ ലഭിച്ചുകൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ബെനഫിഷ്യറി എന്ന് പറയുന്നത് ചൈനയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ വാങ്ങുന്നത് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് ചൈന അതെല്ലാം വളരെ എന്താണ് പറയുന്നത് ആർത്തിയോടുകൂടി ഉള്ള ഓയിലെല്ലാം മേടിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ചൈനയുടെ എനർജി സെക്യൂരിറ്റി ചൈന നല്ല കൃത്യമായിട്ട് ഉറപ്പുവരുത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയിൽ നിന്നും ആരും ഓയിൽ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നത് സത്യമാണെങ്കിൽ തന്നെയും ചൈന ഇപ്പോൾ അവരുടെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫെബ്രുവരിയിൽ അവർ അതിനു മുമ്പുള്ള മാസങ്ങളെക്കാളൊക്കെ കൂടുതൽ റഷ്യൻ ക്രൂഡ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ മാസം അടുപ്പിച്ചാണ്, അതായത് ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, പ്രത്യേകിച്ച് നവംബർ മുതൽ ചൈന വീണ്ടും റഷ്യയുടെ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കുന്ന രാജ്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 3 മാസം, ഫെബ്രുവരി ഉൾപ്പെടെയുള്ള 3 മാസം, ഫെബ്രുവരി പകുതിയായിട്ടുള്ളൂ, ഈ മൂന്നാമത്തെ അടുപ്പിച്ചുള്ള മാസത്ത് ചൈന ഇപ്പോൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്ന നമ്പർ 1 രാജ്യമായി മാറിയിട്ടുണ്ട്. അതിനുള്ള വൻതോതിൽ പഴയതിനേക്കാളും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ചില കണക്കുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം അതിനെക്കുറിച്ച് നമ്മൾ വരിടാവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ഉണ്ടായതിൻ്റെ ഒരു പക്ഷേ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ്. ഇന്ത്യ എപ്പോഴും പറയും ഇന്ത്യയുടെ എനർജി പൊളിറ്റിക്സ് വളരെ പിന്നെ കൃത്യമാണ്. നമ്മൾ എവിടുന്ന് നമുക്ക് ചീപ്പായിട്ടും സുലഭമായിട്ടും എണ്ണ മേടിക്കാൻ കഴിയുന്നോ അവിടുന്ന് നമ്മൾ സോഴ്സ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ ചില പാറ്റേൺസ്, ചില തെളിവുകളുടെ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, നവംബർ മുതൽ ചൈന ഇന്ത്യയെ മറികടന്നിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ക്രൂഡ് വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട്. കാരണം യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം വെസ്റ്റേൺ രാജ്യങ്ങളിലെ, അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ സാങ്ഷൻസ് റഷ്യയുടെ മുകളിൽ ഉണ്ടാകുകയും ആ സാങ്ഷൻസിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ ഉപരോധം ഏർപ്പെടുത്തുവാനും അല്ലെങ്കിൽ ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ഏർപ്പെടുത്തുവാനും ഇമ്പോസ് ചെയ്യാനൊക്കെ അമേരിക്കയും ട്രംപും ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് മുകളിൽ ചൈനയെക്കാളിലും കൂടുതൽ ടാരിഫ് ഏർപ്പെടുത്തുകയും ഇപ്പോൾ കുറേ മാസത്തെ എന്താണ് പറയുന്നത് ചില ഒരു സ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലേഷൻസിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇന്ററിം ട്രേഡ് ഡീൽ എന്ന് വെച്ചാൽ ഇടക്കാല ഒരു വ്യാപാര കരാർ ഈ രാജ്യങ്ങൾ തമ്മിലായിട്ടുണ്ട്. പക്ഷേ അതിനകത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കുന്നത് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ കുറയ്ക്കണം എന്നല്ല, ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് അമേരിക്കയുടെ ചില എന്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനെ, പ്രത്യേകിച്ച് അവരുടെ ട്രഷറി സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇതുപോലുള്ള പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ തന്നെ അവരെ ഇന്ത്യയുടെ ഈ ഒരു എന്താണ് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലോസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാനും സർവൈലൻസ് നടത്താനൊക്കെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ചിട്ടുള്ള ടാരിഫിനെ വീണ്ടും റീഇമ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്, സാധ്യതയല്ല, റീഇമ്പോസ് ചെയ്യുന്നുള്ളൊരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നു, ഇന്ത്യ പേസ് മോർ എന്ന് പറഞ്ഞാൽ ഇപ്പം അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമേരിക്കയിൽ നിന്നും ക്രൂഡും പെട്രോളിയം പ്രോഡക്ട്സും പഴയതിനേക്കാളും എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രൈസിനേക്കാളും കൂടുതൽ വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നു, ചൈന വളരെ കുറച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ റഷ്യയിൽ നിന്നും കൂടുതൽ ഓയിൽ വാങ്ങിക്കുകയും അങ്ങനെ റഷ്യ ഈ ഒരു മത്സരത്തിൽ ഗെയിമിൽ ഒരു എന്താ പറയുന്നത് ഗുണഭോക്താവെന്നല്ല, ബെനഫിഷ്യറി അതെ, ബെനഫിഷ്യറി എന്നും അല്ലെങ്കിൽ ഇതിനകത്തിലൊരു അൾട്ടിമേറ്റ് വിന്നറായിട്ട് ചൈന വീണ്ടും മാറുകയാണ്. ഈ വീണ്ടും എന്ന് പറയുമ്പോൾ ഈ ട്രംപിന് എങ്ങനെയാണ് ഇതൊരു എന്താണ് പറയുന്നത് ധൈര്യം ലഭിച്ചത്, അതായത് ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയെ പ്രസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ധൈര്യം ലഭിച്ചത്, അതായത് റഷ്യൻ ഓയിൽ നിർത്തണം
എന്നുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ കണ്ടീഷൻ ഇന്ത്യക്ക് മുകളിൽ പിന്നെ നിർബന്ധമായിട്ടും ചെലുത്തുവാൻ ട്രംപിന് എങ്ങനെ, അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് എങ്ങനെ ധൈര്യം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ റഷ്യ റഷ്യൻ ഓയിലിന് പകരം അമേരിക്കയിൽ നിന്നും വളരെയധികം വില കൊടുത്ത അമേരിക്കൻ ക്രൂഡ് പിന്നെ നമ്മൾ വാങ്ങിക്കാൻ നിർബന്ധിതരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ട്രംപ് ഈ സെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം നമുക്കെതിരെ പ്രയോഗിച്ച് വിജയിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. അതായത് അന്ന് ഇന്ത്യ ഇറാനിൽ നിന്നും ഇതുപോലെ തന്നെ വളരെ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് സുലഭമായിട്ട് ഓയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇറാന്റെ മുകളിൽ ഇതുപോലെ അമേരിക്കൻ സാങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഇതുപോലെ തന്നെ അമേരിക്കൻ ട്രംപും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഇറാനിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓയിൽ വാങ്ങിക്കരുത് അല്ലെങ്കിൽ മറ്റു കച്ചവടങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള സാങ്ഷൻ എന്ന് പറയുന്ന ഇക്കണോമിക് സാങ്ഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ടൂൾ ഉണ്ടല്ലോ, അടുത്ത് പ്രയോഗിച്ച് നമുക്കെതിരെ നമ്മളെ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഇന്ത്യ അതിന് വശംവദനാകുകയും ഇന്ത്യ അതിന് വഴങ്ങുകയും ഇറാനിൽ നിന്നും നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നു നിർത്തുകയും ചെയ്തു. അതിൻ്റെ ഗുണഭോക്താവ് ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അന്നും ഇതുപോലെ തന്നെ ചൈനയ്ക്ക് അതൊരു എന്താണ് വീണ് കിട്ടിയ അവസരമാണ്. കാരണം ഇന്ത്യ മേടിക്കുന്നില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മൂന്നാമത്തെ എനർജി കൺസ്യൂമറാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ എനർജി കൺസ്യൂമറാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യ എന്തായാലും തീർച്ചയായിട്ടും ചെറിയ അളവിലല്ല നമ്മൾ റഷ്യയിൽ നിന്നാലും ഈവൻ ഇറാനിൽ നിന്നാലും നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഓയിൽ ലഭിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നിർത്തേണ്ടി വന്നപ്പോൾ ചൈന തീർച്ചയായിട്ടും അതിനെ കൂടുതൽ അവർക്കത് ഉപയോഗപ്പെടുത്താനും അങ്ങനെ ഈ പറഞ്ഞ ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത് ചൈനയ്ക്കത് വളരെ ലാഭകരമാക്കി മാറ്റുവാനും സാധിച്ചു. ചൈന അമേരിക്ക മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അത് തന്നെയല്ല, അമേരിക്ക ചൈനയുടെ മുകളിൽ കൂടുതൽ ഈ പറഞ്ഞ ഇന്ത്യ ഭീഷണിപ്പെടുത്തിയ പോലെ സമ്മർദ്ദത്തിലാക്കിയ പോലെ ഒന്നും ചൈനയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിനതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഇന്ത്യ ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോഴായാലും റഷ്യയുടെ കാര്യത്തിലായാലും ഇറാൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് അന്ന് ആ അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തി. അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ നമ്മൾ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഇറാനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എനർജി ഫ്രീ അല്ല, നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് വളരെ സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന, അതായത് ദീർഘകാലം നമുക്ക് ലഭ്യമാക്കാമായിരുന്ന ആ ഒരു എനർജി പിന്നെ സോഴ്സ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിൽ സപ്ലൈ അതിനെ നമുക്ക് നിർത്തേണ്ടി വന്നു. നമുക്ക് അമേരിക്കയുടെ പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം പേടിച്ചതാണ്. ഇപ്പം വീണ്ടും അതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, നമുക്ക് ഒരു സിമിലർ പാറ്റേണാണ് ഇപ്പോൾ ഇമർജ് ചെയ്ത് വരുന്നത്. അതായത് വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നു, ഇന്ത്യക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള എന്താണ് പറയുന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ടാരിഫ് യുദ്ധങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ മുകളിൽ ആദ്യം 25%, പിന്നെ അതിനുശേഷം റഷ്യയിൽ നിന്ന് ഉള്ള ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളുടെ മുകളിൽ 25%, അങ്ങനെ ടോട്ടൽ 50% ടാരിഫ് ഏർപ്പെടുത്തി. ഇപ്പം അതിനെ 18% കുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും ഈ പറഞ്ഞ അമേരിക്കൻ തന്ത്രം അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദം വളരെ ഫലപ്രദമായിട്ട് ട്രംപിനും അമേരിക്കയ്ക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ടേമിൽ ഇറാനെതിരെ ഇറാനിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിയപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഹെവി പ്രൈസിൽ അമേരിക്കയിൽ നിന്നാണ് നമ്മൾ ക്രൂഡ് വാങ്ങിച്ചത്. അങ്ങനെ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സപ്ലയറായി മാറുകയും ചെയ്തു. പെട്രോളിയം ക്രൂഡ് പ്രോഡക്ട്സ് ഇന്ത്യക്ക് തരുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സപ്ലയറായി മാറുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സെനാറിയോ വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യ വീണ്ടും അമേരിക്കയിൽ നിന്നുള്ള ഓയിലും പെട്രോളിയം പ്രോഡക്ട്സും കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ട്. അതും നമുക്ക് കൂടുതൽ വില നൽകിയിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. ചൈന അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും അവർക്ക് വളരെ ഗണ്യമായ രീതിയിൽ ഇന്ത്യ അവരുടെ ഒരു പിന്നെ ബയർ അല്ലാത്തതുകൊണ്ട് ആ ക്വാണ്ടിറ്റി കൂടെ ചൈനയ്ക്ക് അത് എന്താണ് പറയുന്നത് നക്കി കുടിക്കാൻ സാധിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് ചൈന അതിനെ കൂടുതൽ സ്വാഗതം ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ അത് ബെനഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ളതും ഇനി ലഭിക്കാൻ പോകുന്നതും ചൈനയ്ക്കാണ് എന്നുള്ളതാണ് നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ ചീപ്പായിട്ടുള്ള റഷ്യൻ ക്രൂഡ് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചൈന അവിടെ ഉണ്ട്. കാരണം അവർക്ക് എത്ര കുടിച്ചാലും മതിയാകത്തില്ല എന്നുള്ളത് നമുക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പവും അല്ലെങ്കിൽ അവരുടെ ആവശ്യമൊക്കെ തന്നെ നമുക്ക് പരിഗണിച്ച് ഇന്ത്യക്ക് അത് തന്നെ, ഇന്ത്യയും വളർന്നിരുന്ന സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് നമുക്ക് എനർജി എത്ര ലഭിച്ചാലും നമുക്ക് മതിയാവില്ല. നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനും നമ്മുടെ രാജ്യത്തെ റൺ ചെയ്യാനൊക്കെ തന്നെ കൂടുതൽ എനർജി നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്റർ
പീയൂഷ് ഗോയൽ പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത്, അത് നമ്മളുടെ ഇമ്പോർട്ടിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് എന്ന പേരിലാണ് അമേരിക്കയിൽ നിന്നും നമ്മൾ ഓയിൽ ക്രൂഡ് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത് എന്നാണ് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്. നമുക്കറിയാം, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഇപ്പോൾ ആര് ഭരിച്ചാലും അതിനെ കൃത്യമായിട്ട് നമ്മളത് ശരിയാണോ അല്ലെങ്കിൽ അതാണ് സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇല്ല എന്താണ് നടക്കുന്നതിൻ്റെ, എന്താണ് ശരിയായ രീതിയിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിനെ അസസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അപ്രൈസ് ചെയ്യാനോ സാധിക്കത്തുള്ളൂ. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇമ്പോർട്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇമ്പോർട്ടിനെ ഡൈവേഴ്സിഫൈ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ വളരെ ബെനിഫിഷ്യലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന റഷ്യൻ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന ക്രൂഡ് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഈ എന്താ പറയുന്നത് സപ്ലൈ നമ്മൾ എന്തുകൊണ്ട് കുറച്ചു അല്ലെങ്കിൽ നിർത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കൻ ഓയിൽ നമ്മൾ അതിൻ്റെ ഫ്രൈറ്റ് കോസ്റ്റും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ പോലും അത് നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രൈസ് അല്ലെങ്കിൽ കൂടുതൽ വില നമുക്ക് നൽകേണ്ടി വരും നമുക്ക്. അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇക്കണോമിക് ലോജിക്കിനേക്കാളിലും കൂടുതൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇക്കണോമിക് ലോജിക് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചീപ്പായിട്ട് എവിടെ നിന്നാണ് ഓയിൽ കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ ചീപ്പല്ല, അമേരിക്കയിൽ നിന്ന് അവരുടെ പ്രൈസ് വളരെ കൂടുതലാണ്. അത് ട്രംപിൻ്റെ ആദ്യ ടൈമിലായാലും അങ്ങനെ തന്നെയായിരുന്നു, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ഇക്കണോമിക് ലോജിക്ക് ഇതിനകത്തിലില്ല. ഇതൊരു പൊളിറ്റിക്കൽ പിന്നെ സറണ്ടറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മാത്രമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത്. അപ്പം ഈ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഇതിൻ്റെ ഭവിഷ്യത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മളൊരു തീരുമാനം ഏഹ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലോ, ഒന്ന് ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടോ അതിനി അല്ല നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെയും, സ്വയം തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം നമുക്കറിയാം, ട്രംപ് എത്രയോ മാസങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള ആയുധങ്ങളും ഇല്ലേ, റട്ടറിക്, ദിവസവും ദിവസവും ഓരോ തരത്തിലുള്ള സ്റ്റേറ്റിനാണ് അദ്ദേഹം ആ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ഇൻ്ററിം ട്രേഡ് ഡീലിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാനും ഇന്ത്യക്ക് മേൽ ശക്തമായിട്ടുള്ള ചില കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യാനൊക്കെ തന്നെ അമേരിക്കയ്ക്കും ട്രംപിനും കഴിഞ്ഞു. അതിൻ്റെ സ്ട്രാറ്റജിക് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ, റഷ്യയിൽ നിന്നും പണ്ട് ഇറാനിൽ നിന്നും ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് നിർത്തിയപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരുന്നു? കാരണം ചൈനയ്ക്ക് കൂടുതൽ സുലഭമായിട്ട് കൂടുതൽ ഓയിൽ ഇറാനിൽ നിന്നും ഇന്ത്യയുടെ ആബ്സൻസിൽ, അല്ലെ ഇന്ത്യ വാങ്ങിക്കുന്നതിൻ്റെ ആബ്സൻസിൽ ലഭ്യമായി. ഇപ്പോൾ ഈ സെയിം കോൺസിക്വൻസ് തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇറാൻ്റെ ഓയിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്തപ്പോൾ ചൈന ഈ ഏകദേശം ഒരു നിയർ എക്സ്ക്ലൂസീവ് ബയർ എന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന ഒരേ ഒരു രാജ്യമായിട്ട് ചൈന മാറി. എന്ന് വെച്ചാൽ ഇറാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലെല്ലാം തന്നെ ഏറെക്കുറെ നല്ലൊരു ശതമാനം, ഭൂരിഭാഗവും ചൈനയായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചൈനയ്ക്ക് അത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയുടെ എനർജി സെക്യൂരിറ്റിയെ സെക്യൂർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അവർക്ക് സംരക്ഷിക്കാനും സാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അങ്ങനല്ല, മറിച്ച് ഒരു അനുഭവം അല്ലെങ്കിൽ മറിച്ചൊരു സ്ഥിതിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രൂഡായിരുന്നു അന്ന് ഈ ഇറാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം അവർക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിപണിയിൽ ഈ പറഞ്ഞ ഇക്കണോമിക് സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് മറ്റു രാജ്യങ്ങളെപ്പോലെ അവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ബയലാറ്ററൽ റിലേഷൻസിൽ അവർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, അപ്പോൾ ആ രാജ്യം സമ്മർദ്ദത്തിലാകും. അവർക്ക് ഈ അന്താരാഷ്ട്ര വിപണിയിലുള്ള പ്രൈസ് കോട്ട് ചെയ്തിട്ട് അവർക്ക് ക്രൂഡ് വിൽക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഒത്തിരി ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഒക്കെ അവർക്ക് ഈ പറഞ്ഞ ബയേഴ്സിന്, ചൈനയ്ക്കായാലും ഇന്ത്യക്കായാലും കൊടുക്കുക എന്നുള്ളത് ഒരു കച്ചവടത്തിൻ്റെ പ്രശ്നമാണ്. റഷ്യ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ നഷ്ടം ചൈനയ്ക്ക് നേട്ടമായി മാറി. ഇനിയും തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഏകദേശം ജാ ജാനുവരിയിലെയും ഫെബ്രുവരിയിലെയും ഒക്കെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്ന ചൈന റഷ്യയിൽ നിന്നും, പ്രത്യേകിച്ച് ജാനുവരിയേക്കാൾ കൂടുതൽ ഫെബ്രുവരിയിൽ ചൈനയുടെ പർച്ചേസ് ഓഫ് ക്രൂഡ് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രൂഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബെയ്ജിങ്ങിൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ എനർജി സെക്യൂരിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അത്
അറ്റ് ഇന്ത്യസ് എക്സ്പെൻസ്. കാരണം ഇന്ത്യയുടെ നഷ്ടത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഈ നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ ചൈനയ്ക്ക് ഇത് വലിയ ലാഭമാണ്, അല്ലെങ്കിൽ വലിയ നേട്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വീണ്ടും ഇവിടെ നമ്മൾ പറയുന്നത്, റഷ്യയുടെ ഇമ്പോർട്ട്സ് നമ്മൾ കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇല്ല വേണ്ടാന്ന് വെക്കുമ്പോഴോ ചൈനയാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ബെനഫിഷ്യറി ആയിട്ട് മാറുന്നത്. കാരണം ഈ പറഞ്ഞ റഷ്യയിൽ നിന്നുള്ള ഓയിൽ മൊത്തം അവർ ഇല്ല നക്കി കുടിക്കാന്ന് പറയത്തില്ല, മൊത്തമായിട്ട് നക്കി കുടിക്കുന്ന ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് ചൈന മാറിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇന്ത്യ വീണ്ടും ചൈനയുടെ ഇക്കണോമിക് പവറിനെ നമ്മൾ അണ്ടർ റൈറ്റ് ചെയ്യുന്നത് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിക്കും നമ്മൾ കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എഡ്ജിനെ നമ്മൾ ഇല്ലാതാക്കി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും സഹായിക്കുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഈ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു സെൽഫ് ഹാം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സെൽഫ് ഹാം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, ഉള്ളതിൽ കവിഞ്ഞ് മറ്റു നേട്ടങ്ങളൊന്നും ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചൈനയ്ക്ക് കുറച്ച് കൊടുത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും, ഇന്ത്യക്ക് കൂടുതൽ കൊടുത്തല്ല, ഈ പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ പ്രൈസ് കൊടുത്ത് നമുക്ക് നേട്ടങ്ങളുടെ, അല്ലെങ്കിൽ കുറച്ച് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സീനാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. അത് അമേരിക്കയുടെ തന്ത്രത്തിൻ്റെ വലയിൽ, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതിപ്പോൾ ഇങ്ങനെ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ചൈനയുടെ മുകളിൽ അമേരിക്കയുടെ പ്രഷേഴ്സ് ഇല്ല, റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ ഇത്രയും വൻതോതിൽ, ഇന്ത്യക്കാളിലും കൂടുതൽ ഓയിൽ വാങ്ങിച്ചിട്ട് തന്നെ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപക്ഷെ അമേരിക്ക ചൈനയെ സഹായിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ, അവർ പോളിസീസ് എടുക്കുന്നത് എന്നുള്ള നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നമ്മൾ ഇറാനുമായിട്ടുള്ള ട്രംപിൻ്റെ ആദ്യത്തെ ടേമിലെ കാര്യം പറഞ്ഞു, നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തെ നമ്മൾ സമ്മർദ്ദത്തിന് വഴങ്ങി നിർത്തലാക്കുകയും അതുവഴി അത് ചുളുവിലയ്ക്ക് ചൈന അടിച്ചുകൊണ്ട് പോവുകയും ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും വൻ തുക കൊടുത്തിട്ട് പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങിക്കേണ്ടി വരികയും ചെയ്തു. വീണ്ടും റഷ്യയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഓയിൽ നിർത്തലാക്കുകയും അത് ചുളുവിലയ്ക്ക് ചൈന വീണ്ടും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു. അറ്റ് ദ സെയിം ടൈം നമുക്ക് അമേരിക്കയിൽ നിന്നും വൻതോതിൽ, അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും ചൈനയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടവുമാണ് ലഭിക്കുന്നത് എന്നാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം ഇവിടെ പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ സെൽഫ് അസസ്മെൻ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്നുള്ളതിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ്, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത്രയാണ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.